ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു വീഡിയോ ആയിട്ടാണ്. അത് എത്ര പേർക്ക് അറിയുന്ന എനിക്കറിയില്ല, അറിയാത്തവർക്ക് മാത്രമുള്ള ഒരു വീഡിയോ ആണ്. വാട്സപ്പിനെ കുറിച്ചാണ്. അതായത് നമുക്കിപ്പോൾ ഒരു മൊബൈലായിരിക്കും, പിന്നെ ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക്, ടിക്ടോക്ക്, പിന്നെ യൂട്യൂബ്, ട്വിറ്റർ, അങ്ങനെയല്ല എന്തെല്ലാം ഉള്ള അതൊക്കെ ചിലപ്പോൾ ഒരാൾക്ക് ഒരു മൊബൈൽ, ചിലപ്പോൾ രണ്ട് മൊബൈലായിരിക്കും. അപ്പം നമുക്ക് നെറ്റ് ഓഫ് ആക്കാതെ തന്നെ വാട്സപ്പ് മാത്രം നമുക്ക് ഓഫ് ചെയ്തിടാം. ഇപ്പോൾ ഒരു ദിവസത്തേക്ക്, 2 ദിവസത്തേക്ക്, 3 ദിവസത്തേക്ക്, എത്ര ദിവസമൊക്കെ വേണമെങ്കിലും നമുക്ക് വാട്സപ്പ് അങ്ങ് ഓഫാക്കിയിടാം. വാട്സപ്പ് മാത്രം നമുക്ക് വരില്ല, ബാക്കിയെല്ലാം യൂസ് ചെയ്യാം നെറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ. അല്ലാണ്ട് നമ്മളിപ്പോൾ സാധാരണ നെറ്റ് ഓഫാക്കിയിടാം, ആരുടെങ്കിലും മെസ്സേജ് വരുന്നതിന് നെറ്റ് ഓഫാക്കിയിട്ട് ഇടാം ചില ആൾക്കാർ ചെയ്യാറ്. എനിക്കും അത് അറിയില്ലായിരുന്നു കേട്ടോ, ആദ്യം ഞാനിപ്പോൾ പഠിച്ചെടുത്തത് കേട്ടോ. അപ്പം നെറ്റ് ഓഫാക്കാതെ തന്നെ നമുക്ക് വാട്സപ്പ് മാത്രം ഓഫാക്കിയിടാം. അതിന് നല്ലൊരു ഓഫുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. പിന്നെന്ന് വെച്ചാൽ നമുക്ക് ചില ഗ്രൂപ്പെല്ലാം ഉണ്ടാകും. ഗ്രൂപ്പിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും കേൾക്കുകയോ കാണുകയോ എന്തെങ്കിലും ചെയ്യുകയായിരിക്കും, ചിലപ്പോൾ നല്ല ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഒരു മോചനം കിട്ടും. കുറച്ച് നേരത്തേക്ക് വാട്സപ്പ് വേണ്ട, അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് നമുക്ക് വാട്സപ്പ് വേണ്ട എന്ന് വിചാരിക്കുന്നവർക്കുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. എന്നാൽ ഇത് ചെയ്യേണ്ട ആപ്പ് ഏതാണെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായി പറഞ്ഞു തരാം.